PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ MPTA പ്രസിഡന്റ്, PTA വൈസ് പ്രസിഡന്റ്, PTA അംഗങ്ങളായ മറ്റെല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്നത്തെ നമ്മുടെ വേദിയിലെ അതിഥി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ ജയരാജൻ മാഷാണ്. നമ്മുടെ സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ്. കഴിഞ്ഞ 25 വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളെ സംസ്കൃതം പഠിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ. നിൽക്കുന്നത് അറിവിന്റെയും നന്മയുടെയും ഒരു വർഷം കൂടി പിന്നിടുമ്പോൾ അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് അവകാശപ്പെടാനുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ടീച്ചർ അവർ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഷറ ഇക്ബാൽ, അദ്ദേഹം എത്തുന്നു വിചാരിക്കുന്നു. സ്വാഗതം ചെയ്ത് സംസാരിച്ച പ്രധാന അധ്യാപിക സുനന്ദ ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിച്ച മുറാണി ടീച്ചർ, മുഖ്യ അതിഥികളായ ശ്രീമതി അജിത, ശ്രീമതി കമലം, പട്ടാമ്പി AEO ശ്രീമതി സുമതി ടീച്ചർ, AEO ഇവിടെ എത്തിയിട്ടില്ല എന്ന് അധികം വൈകാതെ എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. PTA പ്രസിഡന്റ് മുഹമ്മദ് ശിഹാബ് അലി, ജയരാജൻ മാസ്റ്റർ, സുകുമാരി ടീച്ചർ, വേദിയിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എനിക്കോ നിങ്ങൾക്കോ അറിയാത്തത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അറിയാം എന്ന് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് അവർ പഠിക്കുന്നതും കാര്യങ്ങൾ കണ്ടെത്തുന്നതും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ തിരുവേഗപ്പുറം പഞ്ചായത്തിൽ ആകെ 11 സ്കൂളാണുള്ളത്. അതിൽ ഒന്നാം തരം സ്കൂൾ എന്ന് പറയാൻ ഗവൺമെന്റ് സ്കൂളാകുമ്പോൾ നമുക്കൊരു പരിമിതി ഉണ്ട്. ഇത്തരത്തിലുള്ള സ്കൂളിലേക്ക് സഹായം എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല. മാനേജ്മെന്റ് അത് ഗവൺമെന്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഹൈടെക് സ്കൂളായിട്ട് ഇത് വർദ്ധിപ്പിക്കും, അതിനൊരു സംശയമില്ല. കാരണം നരിപ്പറമ്പ് സ്കൂളൊന്ന് നോക്കൂ. നരിപ്പറമ്പ് സ്കൂളിൽ എത്ര കെട്ടിടങ്ങൾ, അവർക്ക് കുട്ടികൾ നിറഞ്ഞു കവിഞ്ഞ് ക്ലാസ് റൂമുകൾ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും അവര് നമുക്ക് പ്രോജക്റ്റ് വെക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അവരുടെ അടുത്ത കെട്ടിടം വീണ്ടും 4 നില കെട്ടിടമാക്കി ഉയർത്താൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്കൂളിലേക്കാണ് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ആനുകൂല്യം കൊടുക്കാൻ കഴിയുക. ഈ രാജനഗര സ്കൂള് നമ്മുടെ പ്രകൃതി രമണീയമായ ഭ്രാന്താലയത്തിന്റെ ഒക്കെ ചോട്ടിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്കൂളിനെ എത്രയും നന്നായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ PTAയും മാനേജറും ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നു. കാരണം ഒഴിഞ്ഞു വീഴാറായ ജനലുകൾ, ഇത്തരത്തിലുള്ള മറകളൊന്നും ഇപ്പൊ ഇല്ല, ഈ കർട്ടനുകളൊന്നും ഇപ്പൊ ഇല്ല. ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ഇതിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുന്നത്. എനിക്ക് തന്നെ ഭയങ്കര സങ്കടം. കാരണം ഹൈടെക് മേഖലയിൽ ജെയ്ത്തുൻ പോലെയുള്ള ഇന്റർനാഷണൽ സ്കൂളുകൾ, അതേപോലെ അൽഹിദായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, കടവത്തൊരു സ്കൂളുകൾ, നമ്മുടെ തിരുവേഗപ്പുറം പഞ്ചായത്തിൽ തന്നെ ഒരുപാട് സ്കൂളുകൾ ഞാൻ പോയപ്പോൾ ഏറ്റവും ശോചനീയാവസ്ഥയിൽ ഈ സ്കൂൾ കാണാൻ കഴിഞ്ഞാൽ ഞാൻ ദുഃഖകരമായി ഖേദിക്കുന്നു. ഏതായിരുന്നാലും ഇവിടുത്തെ ടീച്ചർമാർ, അധ്യാപകർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അവരുടെ കഠിനാധ്വാനം, അവരുടെ ഉത്തരവാദിത്യം, അവർ ജോലിയുള്ള ഒരു ഉത്തരവാദിത്വമാണ് ആ ടീച്ചർമാർ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ കുട്ടികളെ നല്ല പ്രൊഡക്റ്റ് ആയിട്ടുള്ള മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന് അവർക്ക് ഏറ്റവും നല്ല നന്ദി മറ്റൊരു ബിഗ് സലോട്ട്. ഇവിടുത്തെ PTAയും ഇവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ സഹകരിച്ചാലും മാനേജറും കൂടി നിന്നാലേ നമ്മുടെ സ്കൂളിനെ ഭംഗി വരുത്താൻ പറ്റുള്ളൂ. ഇന്ന് നെടുങ്ങോട്ടിലുള്ള ഒരു LP സ്കൂളിൽ പോലും AC വെച്ച ക്ലാസ് റൂമുകളായി കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ സ്കൂൾ ഇത്തരത്തിലുള്ള ശോചനീയാവസ്ഥയിൽ നിൽക്കാൻ പാടില്ല. ഈ പഞ്ചായത്തിൽ തന്നെ അറിയപ്പെട്ട സ്കൂളായി ഇത് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് മാറട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായിരുന്നാലും കുട്ടികളോട്, രക്ഷിതാക്കളോട് നിങ്ങൾ ബഹുമാനപ്പെട്ട ജയരാജൻ മാഷ്, HM സുനന്ദ ടീച്ചർ, മറ്റു അധ്യാപകർ, പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ടീച്ചർ,
വാർഡ് മെമ്പർ ബാലേട്ടൻ, ഇന്നിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ ബുഷ്ര ഇക്ബാൽ, AEO സുമതി ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ കുട്ടികൾ, അതുപോലെ തന്നെ ഹരിതകർമ്മസേന പ്രവർത്തകർ. നമ്മുടെ ഈ വിദ്യാലയം ഈ വാർഷികാഘോഷത്തിൻ്റെ നിറവിലാണ് നിൽക്കുന്നത്. ഈ നിറവിൽ നിൽക്കുന്ന സമയത്ത് ഒത്തിരി തേങ്ങുന്ന മനസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് ജയരാജ മാഷെ ഇവിടുന്ന് യാത്രയാക്കുന്നത്. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിന് ജീവനും ഊർജവുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജയരാജ മാഷ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. 25 വർഷത്തോളമായി ഈ വിദ്യാലയത്തിൻ്റെ ക്രിയാത്മകവും സ്നേഹബദ്ധവുമായ ആത്മാർത്ഥമായ സേവനങ്ങൾക്കൊടുവിൽ നമ്മുടെ ജയരാജ മാഷ് ഇന്ന് ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മളോട് വളരെ സ്നേഹത്തോടെ നമ്മളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച, നമ്മളെ ചെയ്ത നന്മകളെ അഭിനന്ദിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജയരാജ മാഷ് തൻ്റെ ഇത്രയും കാലത്തെ ഈ സേവനത്തിനിടയിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് എന്തെല്ലാം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള, ഒരു അധ്യാപനം എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട മാഷാണ്. അതുപോലെ നമ്മളെ ഈ സ്കൂളിലെ രക്ഷിതാക്കൾ, കുട്ടികൾ, നമ്മളൊരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു തന്ന അധ്യാപകൻ കൂടിയാണ് നമ്മളെ ജയരാജ മാഷ്. അദ്ദേഹത്തിൻ്റെ ഈ തുടർന്നുള്ള ജീവിതത്തിലും ഈ വലിയ കർമ്മങ്ങളും അതുപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഒഴിവു സമയങ്ങളും തിരക്കിലാവാൻ കഴിയട്ടെ. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഈ പ്രോഗ്രാമുകൾക്കും വലിയ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കുട്ടികളെ, അധ്യാപകരെ, ഒരു MPTA പ്രസിഡന്റ് എന്ന നിലയ്ക്കൊന്നും ഞാനിവിടെ കയറി നിൽക്കുന്നില്ല. കാരണം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷത്തെ പരിചയം എനിക്ക് ഈ സ്കൂളുമായിട്ടുണ്ട്. ഞാൻ പഠിച്ചു വളർന്ന ഒരു സ്കൂളാണിത്. അതിലുപരി ഞാൻ ടീച്ചറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്ത ഒരു സ്കൂളാണിത്. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ രക്ഷിതാവായിട്ടും ഉണ്ട്. പണ്ട് മുതലേ ഈ സ്കൂളിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നതിലാണ് ഒരുപാട് വിഷമം തോന്നുന്നത്. മറ്റൊന്നുമല്ല, സ്കൂൾ കെട്ടിടങ്ങളും മറ്റ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുമാണ്. അതെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ അധികം പ്രയാസത്തോടു കൂടിയിട്ടാണ് PTA അംഗങ്ങളും മുന്നോട്ട് പോകുന്നത്. ഓരോ രക്ഷിതാവിനും തോന്നുന്നുണ്ടാവും PTA അംഗങ്ങൾക്ക് എന്താ അവിടെ പണി എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മളൊന്നും ഒരിക്കലും പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നങ്ങളല്ല ഈ സ്കൂളിനുള്ളിലുള്ളത്. അത് ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം. പിന്നെ കുട്ടികളുടേതായ കാര്യങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. അവർക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന സമയങ്ങൾ അവർക്കത് നമ്മൾ ഒരുക്കി കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് സ്കൂളിൽ നിന്നുള്ള ടൂറുകൾ, അതുപോലെ തന്നെ പഠനേതര പ്രവർത്തനങ്ങളായിട്ടുള്ള കായിക പ്രവർത്തനങ്ങളും കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നതും ചെയ്യുന്നതും ഒക്കെ. ഇപ്പോൾ ഈ വാർഷികവും നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇത് വാർഷികം നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അധ്യാപകർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ വാർഷികത്തിൽ പങ്കെടുത്തില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ പറഞ്ഞാലല്ലേ മറ്റുള്ള രക്ഷിതാക്കൾക്ക് മനസ്സിലാവുള്ളൂ. എന്നും കുട്ടികളെ കൊണ്ടുവന്നാക്കി പോകുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ദിവസവും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും അതൊക്കെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിലനിന്ന് പോട്ടെ. അത് നമ്മളായിട്ട് തീരുമാനിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് തന്നെ ആയാലും
ഇതിലൊക്കെ ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ്. അതേപോലെ തന്നെ നമുക്ക് വളരെയധികം വേദന തരുന്ന ഒരു സമയമാണ്. കാരണം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് നമ്മളുടെ ജയരാജൻ മാഷ്. ഒരു സംസ്കൃത അധ്യാപകൻ എന്ന് മാത്രം വിചാരിച്ച് കുറച്ച് കുട്ടികളെ സംസ്കൃതവും പഠിപ്പിച്ച് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു അധ്യാപകനല്ല ജയരാജൻ മാഷ്. നമ്മൾ എന്ന് സ്കൂളിലേക്ക് കയറി വരുമ്പോഴും ദിവസം അധികം ഒട്ടുമിക്ക ദിവസങ്ങളിലും വരുന്ന ഒരു രക്ഷിതാവാണ് ഞാൻ. എന്ന് സ്കൂളിലേക്ക് കയറി വരുമ്പോഴും ഒരു നല്ലൊരു ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ഒരു കാരണവരായിട്ട് ഈ സ്കൂളിൽ നമ്മൾ കാണുന്ന ഒരു അധ്യാപകനാണ് നമ്മുടെ ജയരാജൻ മാഷ്. അത് നമുക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല. ഇനി അടുത്ത അധ്യയന വർഷം നമ്മളതുപോലെ കുട്ടികളെ സ്കൂളിലാക്കാൻ വരുമ്പോൾ ആ ഒരു അധ്യാപകന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. ഇത് വെറുതെ ഒരു പ്രസംഗത്തിന് നിങ്ങളെ മുന്നിലൊന്നും പറയുന്ന ഒരു കാര്യമല്ല. അസ്യ വാർഡ് പ്രതിനിധി ശ്രീ ബാലചന്ദ്രः बालचन्द्रमहोदयः तथा अस्य वार्षिकसम्मेलनस्य औपचारिक उद्घाटनं कृतवती तिरुवेगपुर ग्रामपञ्चायत् अध्यक्षा श्रीमती जमीला टीचर महाभागा अस्माकं प्रिय विद्याभ्यास स्टांडिंग कमिटी चेयरपर्सन श्रीमती बुशरा इक्बाल अत्र आगतवती तथा एव अस्माकं PTA अध्यक्षः PTA समिति जनाः अस्माकं क्षणं स्वीकृत्य वयं विशिष्ट अतिथिरूपेण आदरणं कृतवन्तः हरितकर्मसेनायाः अङ्गाः तथा सर्वेषाम् उपरि मम प्रिय छात्राः अत्र आगताः रक्षाकर्तारः मम सहप्रवर्तकाः सर्वेषां मम विनीत नमस्कारः. ഇനി എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. കാരണം ആകെ ഒരു എന്താ പറയുക അങ്ങനത്തെ രീതിയിലാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും സ്നേഹത്തോടെ പറയാനുള്ളത് ബാലേട്ടനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ബാലേട്ടൻ പറഞ്ഞു ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു അധ്യക്ഷ പദം ആണ് നമുക്കിവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ബാലേട്ടൻ. ബാലേട്ടൻ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലേട്ടൻ നിശ്ചയമായിട്ടും ജയിക്കുമെന്നുള്ളത്. കാരണം ഇവിടെ പറഞ്ഞ എന്നോട് സംസാരിച്ച ആളുകളോട് ഞാൻ പറഞ്ഞത് അങ്ങനെ. കാരണം അത്രയും കൊല്ലത്തെ പരിചയം ബാലേട്ടനായിട്ടുള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ ഈ വാർഡിൽ നിന്നല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ നമ്മുടെ സ്കൂളിൻ്റെ 116-ാം വാർഷികവും അതോടൊപ്പം 25 വർഷത്തോളം നമ്മുടെ സ്കൂളിൽ സേവനം ചെയ്ത ജയരാജൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പുമാണ് ഈ വേദിയിൽ നടക്കുന്നത്. അതിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച് സംസാരിച്ച നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ബാലേട്ടന് സ്കൂളിൻ്റെ പേരിലും സഹപ്രവർത്തകരുടെ അധ്യാപകരുടെ പേരിലും PTA അംഗങ്ങളുടെ പേരിലും എല്ലാം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ടീച്ചർ അവർക്ക് സ്കൂളിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ടീച്ചർ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. കാലത്തിനനുസരിച്ച് കുട്ടികൾ മാറുന്നുണ്ട്,
അതോടൊപ്പം തന്നെ അധ്യാപകരും വിദ്യാലയവും മാറിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം ടീച്ചർ ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചു. ഒരുപാട് വർഷം വിദ്യാലയത്തിൽ സേവനം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് അതിനെക്കുറിച്ചുള്ള നല്ല ധാരണയുണ്ട്. അത് നമുക്കിവിടെ മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. ടീച്ചർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത നമ്മുടെ സബ് ജില്ലാ ഓഫീസർ സുമതി ടീച്ചർ, പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ഇക്ബാൽ എന്നിവരുടെ അസാന്നിധ്യത്തിലും മാണിക്കല്ല് പുലരിമഴ കടമിഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം കടമിഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം വേഗം വന്ന മോളെ നിൽക്കേ. മണവാളിന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? ഞാനവനെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. കല്യാണ ചിക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. May I come? മധുമതിയാ
അന്തത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നുകൂടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമൂടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തൊട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണ ഒരാൾ മരത്തിൻ ഒത്തിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുഴയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നുകൂടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമൂടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് വാലാട്ടി നിൽക്കുവാൻ ശുനകനെ ചങ്ങലയാൽ മെരുക്കി കൊഞ്ചിക്കളിക്കുവാൻ ഭാവി പറയുവാൻ ശാലിക പെണ്ണിലും കൂടൊരുക്കി പാട്ടൊന്ന് പാടി പഠിക്കുവാൻ കുയിലിനെ ഒത്തിരി നാളു തകടവിലാക്കി കാട്ടിൽ മണിക്കുന്ന കൊമ്പനെ വാരിക്കുഴയിൽ വീഴ്ത്തി മെരുക്കി നമ്മൾ പൂരപ്പറമ്പുകൾക്ക് ആഘോഷമാകുക ചങ്ങലക്കിട്ടു നടത്തിയെന്നും അമ്മ പശുവിൻ്റെ പാൽ നുകയാൻ വിട്ട് പൈക്കിടാവിനെ ചതിച്ചു നമ്മൾ അകിടിൽ ചുരുത്തി അമ്മ നൻവാത്സല്യം മുത്തിക്കാരൻ കുടിച്ചു നിത്യം തേനീച്ചകൾക്കും കൂടൊരുക്കിക്കൊള്ളു തേൻ മുഴുവൻ പിഴിഞ്ഞെടുത്തു ഒത്തിരി ആളുടെ ഒത്തിരി നാളത്തെ അധ്വാനമെന്ത് മധുരമെന്ന് വർണ്ണക്കിളികളെ കൂട്ടിലാക്കി എന്ന് നോക്കി
സമത്തെ ഒന്ന് കല 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 തമിഴ് തമിഴ് സമത്തെ ഒന്ന് കല 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 തമിഴ് തമിഴ് സമത്തെ ഒന്ന് കല 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 തമിഴ് തമിഴ് فوجدت أني خاسر فتلك مظاهر لا 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 نحتاج المال كي نزداد جمالا جوهرنا هنا في القلب لا 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 نرضي الناس بها لا نرضى لنا حالا ذاك جمالنا يسمو يتعالى دي فركة كعب وهنعملها وصعد الدنيا هنقولها رفضت بتعملها سكت كتير أديت مصر دي ما تستخسرش بها صوتها بتكتب بكرة بشروطها دي بشرة خير قلنا دي أصعب دي ونفضل وسعيد شاب اسكندراني المدينة وأنا هاجي مع اسماعيلي والقناوي والسيناوي والمحلاوي الإنبياوية والنوبة ما تبصيش السوا مسميها مسير ويسمع النوية يا مكان العيدة سلمني عشان أقوى والناوية بعدها والناوية بعدها وأمل ومال حبيبي من قولوا لي وسجرانه البارح كان يبغيني اليوم زرقا كأني ما في أي سود وغيابه علي طول لازم شي حد في باله ومال حبيبي من قولوا لي وسجرانه البارح كان يبغيني اليوم زرقا كأني ما في أي سود وغيابه علي طول لازم شي നമുക്കുണ്ടായിരുന്നത് അംഗങ്ങൾ സ്നേഹത്തോടെ നൽകിയിട്ടുള്ള സ്നേഹോപഹാരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു പോയിട്ടുള്ളതും ഇപ്പോൾ പഠിക്കുന്നതുമായിട്ടുള്ള കുട്ടികൾ അവർ വളരെ ഇഷ്ടത്തോടു കൂടി ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ അർഹനാണോ എന്നറിയില്ല. ഏതായാലും കുട്ടികളുടെ സ്നേഹോപഹാരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. I am Anirudh. I am the toy clown. Here are toys. I am Sarang. I am as teddy bear. I am Samin. I am as elephant. I am Shabri. I am as giraffe. I am Anugrah. I am as aeroplane toy. I am Abhinav. I am as toy drum. We are the dolls. I am Sansidakshna. I am Edwina. I am Vaishagi. I am Vaishagi. I am the shining village. I am Niyabala. I am the big strong engine. I am Devalakshmi. I am the little blue engine. Let's start the skit. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ കൊലിക്കൊലിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിരിയടിച്ചാട്ടെ മഴത്തുള്ളിപ്പൊളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാകയാ കൊതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാദ്യങ്ങളെ
ശത്രുമല്ലേ ഞാൻ love you baby biggie 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 ചിറവലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുള്ളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിട്ടിയടിച്ചാട്ടേ മഴത്തുള്ളി കുളിച്ചാട്ടേ ഇടിമിന്നലെറിഞ്ഞാട്ടേ ഏപ്രിലിലെ പൂവേ നിന്മയിൽ ഞാൻ തൂവൽ തൊട്ടാൽ പൊന്നെ പുന്നാരെ വട്ടം കൊട്ടാരം നീലാവിലെ മണ്ണിൽ വീട്ടിൽ മവൽ കൊട്ടാരം എന്നെ നോക്കാതെ ഒന്നും ഇല്ലാതെ വീണക്കയ്യാ തൊട്ടാ പൊട്ടും വെള്ളക്കല്ലിയാ ബിഗി 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 love you baby ബിഗി 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 love you baby ചിറവലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുള്ളിച്ചാട്ടെ ഇടിമിന്നലെറി
My